വിശുദ്ധ മരിയ ഫൗസ്തീനായുടെ യേശു ദർശനങ്ങൾ. ഒരിക്കൽ എൻ്റെ ആത്മീയ പിതാവ് ഫാദർ സൊപ്പോച്കോയുടെ നിയോഗത്തിനായി പരിശുദ്ധാത്മാവിൻ്റെ നൊവേന നടത്തി. കർത്താവ് പറഞ്ഞു, നിന്റെ അധികാരികൾ നിന്നെ ഇവിടെ അയക്കുന്നതിന് മുമ്പ് തന്നെ ഞാൻ അവനെ നിനക്ക് വെളിപ്പെടുത്തി. നീ എപ്രകാരം നിന്റെ കുമ്പസാരക്കാരനോട് പെരുമാറുന്നുവോ അപ്രകാരം ഞാൻ നിന്നോട് പെരുമാറും. നീ എന്തെങ്കിലും ഒരു ചെറിയ കൃപ പോലും അവനിൽ നിന്ന് മറച്ചുവെച്ചാൽ ഞാനും നിന്നിൽ നിന്ന് മറഞ്ഞിരിക്കും, നീ തനിച്ചാകും. അതിനാൽ ദൈവത്തിൻ്റെ ഇഷ്ടം ഞാൻ പിന്തുടർന്നു. എൻ്റെ ആത്മാവിൽ ആഴമായ സമാധാനം വന്നു നിറഞ്ഞു. ദൈവം എങ്ങനെ കുമ്പസാരക്കാരെ സംരക്ഷിക്കുകയും രക്ഷിക്കുകയും ചെയ്യുന്നുവെന്ന് ഞാൻ മനസ്സിലാക്കി. റവറൽ ഡോക്ടർ സൊപ്പോച്കോയുടെ ഉപദേശം. എളിമ കൂടാതെ ദൈവത്തെ പ്രസാദിപ്പിക്കാൻ സാധ്യമല്ല. 3 തരത്തിലുള്ള എളിമ പരിശീലിക്കുക. അതായത് വിശദീകരിക്കുന്നതിൽ നിന്നും നീതീകരിക്കുന്നതിൽ നിന്നും ഒഴിഞ്ഞു നിൽക്കുക. മാത്രമല്ല, എന്തിനെങ്കിലും കുറ്റപ്പെടുത്തുമ്പോൾ എളിമപ്പെടുന്നതിൽ ആനന്ദം കണ്ടെത്തണം. നീ എന്നോട് പറയുന്ന കാര്യങ്ങൾ യഥാർത്ഥമായി ദൈവത്തിൽ നിന്നാണെങ്കിൽ വലിയ സഹനത്തിനായി നിന്റെ ആത്മാവിനെ ഒരുക്കുക. നിരാകരണവും പീഡനവും നീ അഭിമുഖീകരിക്കേണ്ടി വരും. നീ ഉന്മാദക്കാരിയായും അരക്കിറുക്കുള്ളവളായും ഗണിക്കപ്പെടും. എന്നാൽ കർത്താവ് തൻ്റെ കൃപകൾ നിന്നിൽ വർഷിച്ചുകൊണ്ടിരിക്കും. ദൈവത്തിൻ്റെ യഥാർത്ഥ പ്രവർത്തനങ്ങൾ എപ്പോഴും എതിർപ്പുകളെ അഭിമുഖീകരിക്കുന്നവയും സഹനത്താൽ മുദ്രിതവുമായിരിക്കും. ദൈവം എന്തെങ്കിലും ചെയ്യണമെന്ന് ആഗ്രഹിച്ചാൽ ഉടനെ അല്ലെങ്കിൽ പിന്നീട് എല്ലാ തടസ്സങ്ങളെയും മറികടന്ന് അത് നിവൃത്തിയാക്കിയിരിക്കും. നിന്റെ ഭാഗത്തു നിന്ന് ചെയ്യേണ്ടത് ഈ കാലഘട്ടങ്ങളിലെല്ലാം വളരെ ക്ഷമയോടെ കാത്തിരിക്കുക എന്നതാണ്. റവറൽ ഡോക്ടർ സൊപ്പോച്കോ വിശുദ്ധ നാട്ടിലേക്ക് പോയപ്പോൾ ഫാദർ ഡെബ്രോസ്കി എസ് ജെ ആയിരുന്നു സമൂഹത്തിൻ്റെ കുമ്പസാരക്കാരൻ. കുമ്പസാര സമയത്ത് എൻ്റെ ആത്മാവിലുള്ള വലിയ ആത്മീയ ജീവനെപ്പറ്റി അറിവുണ്ടോ എന്ന് അദ്ദേഹം എന്നോട് ചോദിച്ചു. അതിനെപ്പറ്റി അറിവുണ്ടെന്നും എന്നിൽ സംഭവിക്കുന്നതെന്താണെന്ന് എനിക്കറിയാമെന്നും ഞാൻ മറുപടി നൽകി. അദ്ദേഹം പറഞ്ഞു, സിസ്റ്റർ, നിന്റെ ആത്മാവിൽ സംഭവിക്കുന്നത് നീ നശിപ്പിച്ചു കളയരുത്. മാത്രമല്ല, നിന്റേതായി ഒന്നും അതിൽ വ്യത്യാസപ്പെടുത്തുകയും അരുത്. നിന്റെ കാര്യത്തിൽ പ്രകടമാകുന്നത് പോലെ ഉന്നതമായ ആത്മീയ ജീവിതത്തിൻ്റെ മനോഹരമായ ദാനം എല്ലാ ആത്മാക്കൾക്കും ലഭിക്കുന്ന ഒന്നല്ല. വളരെ അധികമായി അത് നിന്നിൽ വെളിപ്പെടുന്നുണ്ട്. ദൈവത്തിൻ്റെ ഈ വലിയ കൃപകളെ നഷ്ടപ്പെടുത്താതിരിക്കാൻ സൂക്ഷിച്ചുകൊള്ളുക. ഇവിടെ ചിന്തകൾ മുറിഞ്ഞു പോകുന്നു.